ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞാൻ ചിന്തിക്കുവാൻ പോകുന്നത് രക്ഷ പ്രാപിക്കുന്നതിനുള്ള വഴി എന്ന വിഷയത്തെ ആധാരമാക്കിയാണ്. രക്ഷ പ്രാപിക്കുന്നതിനുള്ള വഴി അനേക വിധത്തിൽ പറയുന്നുണ്ട്. എന്നാൽ ബൈബിൾ പറയുന്നത് അത് യേശുക്രിസ്തു മാത്രമാണ് വഴി എന്നുള്ളതാണ്. ഒരുവിനെ രക്ഷ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ശിക്ഷാവിധിയിൽ നിന്നും രക്ഷ ലഭിക്കുവാൻ ഏക മാർഗം അത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. ബൈബിളിൽ നിന്നും ഞാനൊരു വാക്യം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം ഇപ്രകാരം പറയുന്നു: തൻ്റെ, അതായത് പിതാവാം ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനിൽ, അതായത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും, അർത്ഥാത് എല്ലാ മാനവജാതിയും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ എന്ന് പറഞ്ഞ പുത്രനാം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ, അതായത് ജാതി മതഭേദമന്യേ എല്ലാവരെയും സ്നേഹിച്ചു. ഒരാവർത്തി കൂടി അത് വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം ഇപ്രകാരമാണ് നാം വായിക്കുന്നത്: തൻ്റെ, അതായത് പിതാവാൻ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും എന്ന് പറയുമ്പോൾ എല്ലാ മാനവജാതിയും അതിൽ ഉൾപ്പെടുന്നുണ്ട്. ആ ജാതിയും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ, അതായത് പുത്രനാം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ എന്ന് പറഞ്ഞാൽ ജാതി മതഭേദമന്യേ എല്ലാവരെയും താൻ സ്നേഹിച്ചു. രക്ഷയുടെ അടിസ്ഥാനം ദൈവം മനുഷ്യകുലത്തോട് കാണിച്ച അഗാധമായിരിക്കുന്ന സ്നേഹമാണ്. അതാണ് നമുക്കിവിടെ കാണുവാൻ തക്കണം കഴിയുന്നത്. അവൻ ലോകത്തെ സ്നേഹിച്ചു. ഏറ്റവും വലിയൊരു സ്നേഹമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കാണിച്ചു തന്നത്. ഈ സ്നേഹം എങ്ങനെയാണ് പ്രകടമാക്കിയത്? എന്തെങ്കിലും സാമ്പത്തികമായിട്ട് ഉന്നതി തന്നോ, രോഗത്തിൽ നിന്ന് വിമുക്തി തന്നോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ അല്ല ഈ സ്നേഹം കർത്താവായ യേശുക്രിസ്തു മാനവജാതിയുടെ മേൽ പ്രകടമാക്കിയത്. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ, തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ നൽകിക്കൊണ്ടാണ് പിതാവാൻ ദൈവം ആ സ്നേഹം മാനവജാതിയോട് പ്രകടമാക്കിയത്. തൻ്റെ പുത്രനെ എന്ന് പറയുമ്പോൾ തൻ്റെ ഏകജാതനായിരിക്കുന്ന പുത്രൻ, ആ പുത്രനെ തരുവാൻ തക്കവണ്ണം ദൈവത്തിന് പ്രസാദം തോന്നി. എന്തിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനവജാതിയുടെ പാപത്തിൽ നിന്ന് വിടുതൽ തരുവാൻ വേണ്ടി. കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കുന്നതിൽ കൂടെ ക്രിസ്തു വിശ്വസിക്കുന്ന ഏവനും, അവിടെ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഈ രക്ഷ കണ്ടെത്തുവാൻ കൊണ്ട് കഴിയുന്നത്? ഇന്ന് അനേകർ ചിന്തിക്കുന്നത് പോലെ ദാനധർമ്മങ്ങൾ കൊടുത്താലോ, ഏതെങ്കിലും പുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തതുകൊണ്ടോ, വേറെ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തതുകൊണ്ടോ ലഭിക്കുന്ന ഒന്നല്ല ഈ രക്ഷ. അങ്ങനെ ലഭിക്കുമായിരുന്നുവെങ്കിൽ കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? നമ്മുടെ പ്രവൃത്തികളാൽ, നാം ചെയ്യുന്ന ദാനധർമ്മങ്ങളാൽ, നാം നടത്തുന്നതായിരിക്കുന്ന തീർത്ഥയാത്രയാൽ നമുക്ക് രക്ഷ ലഭിക്കുമായിരുന്നുവെങ്കിൽ കർത്താവായ യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിലേക്ക് കടന്നു വരേണ്ടത് ആവശ്യമായിരുന്നു. കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കേണ്ടത് ആവശ്യമായിരുന്നു. എന്താണ് നമുക്ക് ലഭിക്കുന്നത്? എങ്ങനെയാണ് നാം ചിന്തിച്ചു? വലുവിനായിരിക്കുന്ന ദൈവത്തിൻ്റെ അപാരമായിരിക്കുന്ന സ്നേഹം, ആ സ്നേഹം എന്താണെന്ന് നാം ചിന്തിച്ചു. തൻ്റെ പുത്രനെ വിട്ടുകൊണ്ട് നമ്മെ സ്നേഹിച്ചു. അതിൽ നിന്ന് അത് എങ്ങനെയാണ് ആ രക്ഷ ലഭിക്കുന്നത്? അതും ഞാനിപ്പോൾ പറഞ്ഞു. വിശ്വാസത്താൽ എന്ന് പറഞ്ഞാൽ കർമ്മമാർഗത്താൽ അല്ല, വിശ്വാസമാർഗത്താലാണ് നമുക്ക് രക്ഷ ലഭിക്കുന്നത്. പിന്നെ എന്താണ് നമ്മൾക്ക് ലഭിക്കുന്നത്? ഈ ലോകത്തിൻ്റേതായിരിക്കുന്ന എന്തെങ്കിലും വലിയ പദവിയോ അല്ലെങ്കിൽ സാമ്പത്തികമായിരിക്കുന്ന ഏതെങ്കിലും ഉയർച്ചയോ ഒന്നുമല്ല.
കാണുന്നത് ദൈവത്തോടൊപ്പം എന്നേക്കും ജീവിക്കാനുള്ളതായിരിക്കുന്ന നിത്യജീവൻ അവിടുന്ന് തരുന്നു. അതാണ് കർത്താവ് നമുക്ക് തരുന്നത്, ഒരു നിത്യജീവൻ. അതെ, ദൈവത്തിൻ്റെ മകളായി തീരുവാൻ സ്വർഗത്തിൻ്റെ അവകാശിയായി തീരുവാൻ ഉള്ളതായിരിക്കുന്ന വലിയൊരു ജീവൻ ദൈവം നമുക്ക് ദാനമായി തരുന്നു. ചുരുക്കത്തിൽ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ഈ കർത്താവായ യേശുക്രിസ്തുവിനെ കർത്താവായി ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ ഒരുവന് രക്ഷ ലഭിക്കുന്നു. ഈ യേശുക്രിസ്തുവിനെ കർത്താവായി ഏറ്റുപറയണം. അതാണ് ആവശ്യമായി. കർത്താവായി ഏറ്റുപറയുക എന്ന് പറയുമ്പോൾ കർത്താവിന് പൂർണ്ണ കർത്തൃത്വം, നമ്മുടെ മേലുള്ളതായിരിക്കുന്ന കർത്തൃത്വം മുഴുവനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് കൊടുക്കുക എന്നുള്ളതാണ്. നാം കർത്താവായ യേശുക്രിസ്തുവിലേക്ക് വരുന്നതിന് മുമ്പായിട്ട്, നമുക്ക് രക്ഷ ലഭിക്കുന്നതിന് മുമ്പായിട്ട് നാം അന്യന്യരുടെ കർത്തൃത്വത്തിൽ നാം ആയിരുന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനെ ഏത് മുഹൂർത്തത്തിൽ നാം രക്ഷിതാവായി അംഗീകരിക്കുകയും ചെയ്യുന്നു, അതുമുതൽ നാം കർത്താവിൻ്റെ കർത്തൃത്വത്തിൽ ആണ് നാം ജീവിക്കേണ്ടത്. പ്രിയ സഹോദര, ഞാനൊരു ചോദിക്കട്ടെ. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഈ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ആ കർത്താവുമായിട്ട് ഒരു അഭേദ്യമായിരിക്കുന്ന ബന്ധമുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കാൽവരി ക്രൂശിൽ മരിച്ചു എന്നുള്ളത്? ഞാൻ ഇന്ന് പറയട്ടെ, പ്രിയ സഹോദര സഹോദരി, എൻ്റെയും നിങ്ങളുടെയും പാപത്തിൽ നിന്ന് നമുക്ക് വിടുതൽ തരുവാൻ വേണ്ടി കർത്താവായ യേശുക്രിസ്തു ഇത്ര വലിയ സ്നേഹമാണ് നമ്മുടെ മേൽ കാണിച്ചത്. തൻ്റെ പുത്രനെ കൈവിട്ടുകൊണ്ട് നമ്മെ സ്നേഹിച്ചു. നമുക്ക് യാതൊരു അർഹതയില്ലായിരുന്നു, യാതൊരു യോഗ്യതയുമില്ലായിരുന്നു. നമ്മുടെ പുണ്യപ്രവർത്തികൾ കൊണ്ട് ഒരിക്കലും നമുക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ തക്ക കഴിയുകയില്ലായിരുന്നു. എന്നാൽ ഇതാ, നമ്മുടെ പാപത്തിന് ശിക്ഷ ഏറ്റുകൊണ്ട് കാൽവരി കുരിശിൽ മരിച്ചതായിരിക്കുന്ന ഒരു കർത്താവായ യേശുക്രിസ്തു, ഈ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് രക്ഷ പ്രാപിക്കുക, ദൈവമകനായി ദൈവമകളായി തീരുക. ഈ രക്ഷയ്ക്ക് ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, ഒരു കർമ്മത്തിൻ്റെയും ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഒരു നയാ പൈസയുടെയും ആവശ്യമില്ല. അനേകർ പറയുന്ന പോലെ പൈസ മുടക്കി ദാനധർമ്മങ്ങൾ ചെയ്ത് പുണ്യപ്രവർത്തനങ്ങൾ ചെയ്ത് തീർത്ഥയാത്ര ചെയ്ത് ഒരു രക്ഷ ലഭിക്കുന്നതായിരുന്നുവെങ്കിൽ പാവപ്പെട്ട ദരിദ്രരായിരിക്കുന്നവർക്ക് രക്ഷ ലഭിക്കുമായിരുന്നില്ല. ഒരു ഭിക്ഷക്കാരന് രക്ഷ ലഭിക്കുകയില്ല. ഒരു പാരലൈസായിട്ട് ഒരു രോഗിയായിട്ട് കിടക്കുന്നവന് രക്ഷ ലഭിക്കുകയില്ല. അതാണോ ദൈവത്തിൻ്റെ നീതിമാനായിരിക്കുന്ന ദൈവത്തിൻ്റെ വ്യവസ്ഥ? ഒരിക്കലുമല്ല. ദൈവം പറയുന്നു, വിശ്വാസത്താൽ. ആരെയാണ് വിശ്വസിക്കേണ്ടത്? എൻ്റെയും നിൻ്റെയും പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി, നമുക്ക് രക്ഷ തരുവാൻ വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചതായിരിക്കുന്ന ആ കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുക. ഇന്ന് തന്നെ ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യുക. നിങ്ങൾ ഇതുവരെയും കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഇത് സമയമായിരിക്കുന്നു. ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിരുന്നുകൊണ്ട്, നിങ്ങൾ കിടക്കുന്ന സ്ഥാനത്ത് കിടന്നുകൊണ്ട് നിങ്ങൾക്ക് ഈ രീതിയിൽ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ കഴിയും. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.